മക്കളെ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യനെന്ന് നിങ്ങൾ എപ്പോഴും ഓർക്കുക. ഗുരുദേവ, എന്തുകൊണ്ടാണ് എല്ലാവരും തമ്മിൽ കലഹിക്കുന്നത്? മകനെ, എല്ലാവരും മതത്തിനും ജാതിക്കും വേണ്ടി പോരാടുമ്പോൾ മനുഷ്യരെല്ലാം ഒന്നാണെന്ന സത്യം അവർ മറന്നുപോകുന്നു. 1925 മാർച്ച് 12 മഹാത്മാഗാന്ധി ശ്രീനാരായണ ഗുരുദേവനെ സന്ദർശിച്ചു. അവിടെ എത്തിയ ഗാന്ധിജിക്ക് ആദരപൂർവമായ വരവേൽപ്പാണ് ലഭിച്ചത്. അവർ രണ്ടുപേരും ആത്മീയവും സാമൂഹികവുമായ ഒട്ടനവധി കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ഗാന്ധിജി ശിവഗിരിയിൽ ഒരു ദിവസം താമസിക്കുകയും ചെയ്തു. നോക്കൂ, ഗാന്ധിജി വന്നിരിക്കുന്നു. അതെ, നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. നമസ്കാരം ഗുരുദേവ, അങ്ങയെ കാണാൻ വന്നതാണ് ഞാൻ. സ്വാഗതം മഹാത്മജി, അങ്ങയുടെ വരവ് ഞങ്ങൾക്ക് സന്തോഷമാണ്. വരൂ, നമുക്കൊന്ന് നടക്കാം. ഇവിടെയെല്ലാം വളരെ മനോഹരമായിരിക്കുന്നു, ഈ പ്രകൃതിയും ചുറ്റുപാടുകളുമെല്ലാം. ഒരു മാവിലെ ഇലകൾ ആകൃതി കൊണ്ടും വർണ്ണവ്യത്യാസം കൊണ്ടും വിഭിന്നമായിരിക്കുന്നതുപോലെ മനുഷ്യരിലും ജാതി വ്യത്യാസമില്ലേ സ്വാമി? മാവിലെ ഓരോ ഇലയുടെയും രസം രുചിച്ചു നോക്കിയാൽ അത് ഒന്നായിരിക്കും. അതുപോലെ മനുഷ്യരുടെ ജാതിയും ഒന്നാണ്. ഇതെനിക്കൊരു പുതിയ പാഠമാണ്. ബാഹ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും മനുഷ്യത്വത്തിന്റെ അടിസ്ഥാനം ഒന്നാണെന്ന് വലിയ സത്യമാണ് ഗുരുദേവൻ ഇതിലൂടെ വ്യക്തമാക്കിയത്. പുണ്യാത്മാവായ അങ്ങയെ ദർശിക്കാൻ സാധിച്ചത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്.